ഹായ് ഫ്രണ്ട്സ്, മഴതോരും മുൻപേയുടെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ സ്റ്റാൻലി അലീനേനെ ഷെയ്ക്കാൻ കൊടുക്കാനായിട്ട് ഹലോ അലീന എന്ന് പറഞ്ഞ് കൈ കൊടുക്കുകയാണ്. അപ്പോൾ അലീന ആകെ ഇങ്ങനെ പരിഭ്രമത്തിലും സങ്കടത്തിലും നിൽക്കുകയാണ്. ബാലനെയും സ്റ്റാൻലിനെയും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ബാലനെ നോക്കുന്നു. അപ്പോൾ സ്റ്റാൻലി പറയും, സോറി, ഞാൻ അന്ന് വന്നപ്പോൾ ഞാൻ ആരാന്ന് എനിക്ക് പറയാൻ പറ്റിയില്ല, അപ്പോൾ ദാറ്റ്സ് മൈ മിസ്റ്റേക്ക് എന്ന് പറയും. അപ്പോൾ ബാലൻ പറയും, മോളെ അത് അന്നേരം ഞാനും കൂടിയായിരുന്നു അങ്ങനെ ഒരു തീരുമാനം എടുത്തത്, പക്ഷേ ആ സാഹചര്യത്തിന് അതേ പറ്റുള്ളായിരുന്നു എന്നൊക്കെ പറയും. അപ്പോൾ അലീന വേഗം തന്നെ അവിടെ നിന്ന് തിരിഞ്ഞ് നടന്നു പോവാണ്, ഓടിപ്പോവാണ്. അപ്പോൾ ബാലൻ വിളിക്കുന്നുണ്ട്, മോളെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സ്റ്റാൻലി ഇതൊക്കെ കാണുമ്പോൾ ചോദിക്കും, എന്താ മിസ്റ്റർ മേനോനൊന്നും പറഞ്ഞില്ലായിരുന്നോ എന്ന് ചോദിക്കും. അപ്പോൾ ബാലചന്ദ്രൻ പറയും, ഞാൻ എന്ത് പറയാനാ, പിന്നെ കാറിലിരുന്നപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, സ്റ്റാൻലി ജോസഫ് എന്ന് പറഞ്ഞ ഒരാളുടെ അടുത്തേക്കാണ് കൊണ്ടുപോകണമെന്നും അച്ഛനാണെന്നും പറഞ്ഞിരുന്നു എന്ന് പറയും. പക്ഷേ അന്ന് ഇങ്ങനെ വന്ന കാര്യവും നിങ്ങളാണ് അച്ഛനെന്നൊന്നും അവളോട് പറഞ്ഞിരുന്നില്ല എന്ന് പറയും. അപ്പോൾ വേഗം തന്നെ സ്റ്റാൻലി പറയും, ഓക്കെ, കുഴപ്പമില്ല എന്ന് പറയും. അപ്പോഴും അല്ല, അല്ലെങ്കിൽ തന്നെ നിങ്ങളല്ലേ ഒളിപ്പിച്ചത്, പറയണ്ടെന്ന് പറഞ്ഞതെന്ന് ബാലൻ ചോദിക്കും. അപ്പോൾ സ്റ്റാൻലി പറയും, അല്ല, നമ്മൾ രണ്ടുപേരും എന്ന് പറയും. അപ്പോൾ ബാലൻ പറയല്ല, നിങ്ങൾ പറഞ്ഞതുകൊണ്ടല്ലോ ഞാൻ ഒളിപ്പിച്ചത്, നിങ്ങൾക്കായിരുന്നല്ലോ അന്നേരം സാഹചര്യവും സന്ദർഭമൊക്കെ ഒത്തു വരാറുന്നത്, അതുകൊണ്ടാലോ എന്നിങ്ങനെ പറയും. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ബാലൻ പറയും, പോട്ടെ, എന്തായാലും കുഴപ്പമില്ല, ഞാൻ അവളോട് പറഞ്ഞ് സമാധാനിപ്പിച്ചോളാം, അവൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന തരത്തിലുള്ള ഒരു കുട്ടിയാണ് അവൾ എന്ന് പറഞ്ഞിട്ട് ബാലൻ അങ്ങോട്ടേക്ക് അലീനയുടെ അടുത്തേക്ക് പോവാണ്. അപ്പോൾ പുറത്തേക്ക് ചെല്ലുമ്പോൾ അലീന അവിടെ ഒരു തൂണയിൽ ചാരി ഇങ്ങനെ പിണങ്ങി നിൽക്കും കേട്ടോ. അപ്പോൾ ബാലനെ കാണുമ്പോൾ തന്നെ പറയും, വേണ്ട, അച്ഛൻ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ, അച്ഛൻ എന്നോട് ഒരു വാക്ക് പറയായിരുന്നു എന്ന് പറയും. ഇങ്ങോട്ട് പോന്നപ്പോഴും സ്റ്റാൻലി ജോസഫ് എന്നല്ലേ പറഞ്ഞതല്ലാതെ അന്ന് എന്നോട് പേര് പോലും പറഞ്ഞില്ല, ലാലിച്ചെന്നാണല്ലോ പരിചയപ്പെടുത്തിയെന്ന് ചോദിക്കും. അപ്പോൾ മോളെ, അയാളുടെ നിക് നെയിമാണ് ലാലിച്ചൻ, ഞാൻ അതിൽ തെറ്റോ കള്ളോ ഒന്നും പറഞ്ഞില്ല. പിന്നെ അന്നേരം അങ്ങനെ ചെയ്യാൻ പറ്റില്ലായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും, കാരണം അയാൾ നിന്നെ വന്ന് കണ്ടിട്ട് നിന്നെ അയാൾക്ക് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ നിനക്ക് വിഷമാവില്ലായിരുന്നു. അത് എനിക്കും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കാനായിട്ട് താല്പര്യം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടായിരുന്നു. പിന്നെ അയാൾക്ക് എന്തൊക്കെ ചിന്തിക്കണം, അയാളുടെ സോഷ്യൽ സ്റ്റാറ്റസ്, കുടുംബം, മറ്റു കാര്യങ്ങൾ, ഇതൊക്കെ നോക്കണ്ടേ, അതൊക്കെ നമ്മൾ മനസ്സിലാക്കണ്ടേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അലീന പറയും, ഒരച്ഛന് മകളെ സ്വീകരിക്കാനായിട്ട് എന്തൊക്കെ പരീക്ഷണങ്ങൾ അതിജീവിക്കണം എന്ന് ചോദിക്കും. അപ്പോൾ ബാലചന്ദ്രൻ പറയും, വേണം മോളെ, നീ ഒരു കാര്യം ആലോചിക്കണം, 23 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ഒരു മകള്, അത് ജീവിച്ചിരിപ്പുണ്ടെന്ന് പോലും അയാൾക്ക് അറിയില്ലായിരുന്നു. പക്ഷെ പെട്ടെന്ന് അറിയുമ്പോൾ അയാൾക്ക് ഒരു സാധാരണ മനുഷ്യനെ പോലെ ഒരുപാട് സംശയങ്ങളുണ്ടാവും. അത് അയാളുടെ കുട്ടിയാണോന്നോ, കള്ളം പറയുവാണോന്നോ, അങ്ങനെ പല അത് സ്ഥിരീകരിക്കാൻ അയാൾക്ക് കുറച്ച് സമയം വേണ്ടി വരും. അതിനു വേണ്ടിയായിരിക്കും ഇന്നലെയാണ് അയാൾ എന്നെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞത്, എനിക്ക് സ്വീകരിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞത് എന്ന് പറയും. അപ്പോൾ അലീന ഇങ്ങനെ ബാലനെ നോക്കണം. അപ്പോൾ ബാലൻ പറയും, അല്ലെങ്കിൽ തന്നെ എനിക്ക് അയാളോട് വ്യക്തിപരമായിട്ട് യാതൊരു താല്പര്യവുമില്ല, പിന്നെ അയാളുടെ കാര്യങ്ങൾ അറിയേണ്ട കാര്യവുമില്ല, പിന്നെ നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാം സംസാരിച്ചതെന്ന് പറയുമ്പോൾ അലീന പറയും, എനിക്കാകെ ടെൻഷനാവുന്നു, കാരണം ഇവിടെ ആരൊക്കെയുണ്ട്, ഇവിടെ എങ്ങനെയാണ് ഇവിടെ ഉള്ളവരുടെ ജീവിതം, ഇതൊന്നും എനിക്കറിയില്ല, ഭാര്യയും മക്കളും ഇതൊക്കെ ഉണ്ടാവില്ലേ എന്ന് ചോദിക്കുമ്പോൾ ബാലൻ പറയും, അയാൾ മുമ്പ് എപ്പോഴും പറഞ്ഞിരുന്നു, അയാൾക്ക് ഭാര്യയുണ്ട്, കുടുംബമുണ്ട്, മക്കളുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു എന്ന് പറയും. അപ്പോൾ അവരൊക്കെ എവിടെയാണെന്ന് അലീന ചോദിക്കുക. അപ്പോൾ ബാലൻ പറയും, അതൊന്നും അറിയേണ്ട കാര്യം എനിക്കില്ല, പിന്നെ നിനക്ക് അത്രക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നീ തന്നെ പോയി ചോദിക്കണം, നീ തന്നെ കണ്ടറിഞ്ഞവരോന്ന് ചോദിച്ച് മനസ്സിലാക്കണം. അപ്പോൾ അലീന ചോദിക്കുക, ആരോട് എന്ന് ചോദിക്കുമ്പോൾ നിൻ്റെ അപ്പനോട് എന്ന് ബാലചന്ദ്രൻ പറയാം. അപ്പോൾ അലീന ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. എന്നിട്ട് ബാലചന്ദ്രൻ അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുമ്പോൾ നമ്മുടെ അലീന ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അച്ഛാ സോറി എന്ന് പറഞ്ഞ് കൈ പിടിക്കുക. എന്നിട്ട് പറയും, എനിക്ക് ഞാൻ എന്നെപ്പറ്റി മാത്രമേ ആലോചിച്ചുള്ളൂ എന്നൊക്കെ പറയും, അച്ഛനെപ്പറ്റി ഞാൻ ഓർത്തില്ല എന്നൊക്കെ പറയും. അപ്പോൾ ബാലൻ പറയും, കുഴപ്പമില്ല, നീ വാ എന്നും പറഞ്ഞ് അലീനയുടെ തോളത്ത് കൈയിട്ട് അവളെ ചേർത്ത് പിടിച്ച് ബാലനിങ്ങനെ നടന്നു വരുവാണ്. അപ്പോൾ ഈ സമയത്ത് അവിടുത്തെ കിച്ചണിൽ എല്ലാവരും കൂടി ഡിസ്കഷനിലാണ് കേട്ടോ. സ്റ്റാൻലിയുടെ ജോലിക്കാരൊക്കെ കൂടി അവിടെ ഡിസ്കഷനിലാണ്. അപ്പോൾ പൗലോസ് ചോദിക്കും, ആൻ്റപ്പൻ ചേട്ടാ, അത് ആരാന്ന് വല്ല പിടുത്തവും കിട്ടിയോ എന്ന് ചോദിക്കും. അപ്പോൾ അങ്ങോട്ടേക്ക് ലൂക്ക വരും. അപ്പോൾ ലൂക്ക ചോദിക്കും, അല്ല, ആ കൂടെ വന്ന പെങ്കൊച്ചിനെ കണ്ടിട്ട് ഒരു മണവാട്ടീനെ പോലെ ഉണ്ട്, ഇനി കൈവിട്ട് പോയോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ആൻ്റപ്പൻ ചേട്ടൻ പറയും, നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ, ഇനി ആ കേണൽ സാർ കേട്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ആകെ കളി മാറും എന്ന് പറയും. അപ്പോൾ ലൂക്ക പറയും, ഞാൻ ഒന്നും പറഞ്ഞില്ലേ
എന്ന് പറയും. അപ്പോൾ ആൻ്റപ്പൻ ചേട്ടൻ പറയും അത് അന്ന് വന്ന പാലാക്കാരനാ, അത് അയാളുടെ മകളാ, ആ പെങ്കൊച്ച് അയാളെ അച്ഛാന്ന് വിളിക്കുന്നത് ഞാൻ കേട്ടതാ എന്നൊക്കെ പറയും. അപ്പോൾ പറയും അല്ല ഞാനോർത്തു ഇനി നമ്മുടെ കേണൽ സാറ് വല്ല ട്രാക്ക് മാറിപ്പോയോ എന്ന് ഓർത്തു എന്ന് പറയും. അപ്പോൾ ഒന്നും മിണ്ടാതിരിക്കടാ എന്ന് പറഞ്ഞിങ്ങനെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പറയും പിന്നല്ലാതെ ആ പെങ്കൊച്ചിന് വേണ്ടിയാ ഗസ്റ്റ് റൂം റെഡിയാക്കി ഇടാൻ വേണ്ടിയിട്ട് കേണൽ സാറ് പറഞ്ഞത് എന്ന് പറയും. പിന്നെ അവൾക്കൊരു കുറവും വരരുതെന്ന് പറഞ്ഞു എന്ന് ആൻ്റപ്പൻ ചേട്ടൻ ഇങ്ങനെ പറയുക. അപ്പോൾ പറയും വെറുതെ ഒരു പെങ്കൊച്ചിനെ കുടുംബക്കാരോ മറ്റോ ആയിരുന്നെങ്കിൽ ഇങ്ങനെ വന്ന് വല്ല വീട്ടിലും കൊണ്ടുവന്ന് പെങ്കൊച്ചുങ്ങളെ നിർത്തുമോ എന്നൊക്കെ ഇവരിങ്ങനെ ഓരോ സംശയങ്ങൾ പറയാം കേട്ടോ. അപ്പോൾ ആൻ്റപ്പൻ ചേട്ടൻ പറയും ആവോ എനിക്കറിയില്ല, ഞാൻ ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു ബന്ധുവിനെ. പിന്നെ കേണൽ സാർ അന്നേരം ആ പാലാക്കാരൻ വന്ന് പോയ പിന്നെ ആകെ ടെൻഷനിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഒരു പ്രാവശ്യം കേണൽ സാർ പാലാക്ക് പോയി, അതിന് ശേഷം ഒരു ദിവസം അവിടെ നിന്നിട്ടാണ് വന്നത് എന്നൊക്കെ പറയും. അപ്പോൾ ഇവർ പറയും ഓ അപ്പം എന്തോ ഒരു കള്ളത്തരമുണ്ട് എന്ന് പറയും. അപ്പോൾ ലൂക്ക പറയും എന്തായാലും ആ പെങ്കൊച്ചിനെ കാണാൻ നല്ല സൂപ്പർ സ്റ്റാറിനെ പോലെ ഉണ്ട് അല്ലേ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റാൻലി വിളിക്കുകയാണ്, ആൻ്റപ്പാ എന്ന് പറഞ്ഞ് വിളിക്കുക. അപ്പോൾ ആൻ്റപ്പൻ വേഗം ഞാൻ വേഗം ചെല്ലട്ടെ, ഇനി അടുത്ത പുകിലിന് ഞാൻ നിൽക്കുന്നില്ല, വേഗം ഒക്കെ റെഡിയാക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ഇവരങ്ങോട്ട് ആൻ്റപ്പൻ ചേട്ടൻ സ്റ്റാൻലിയുടെ അടുത്തേക്ക് പോവാണ്. അപ്പോൾ നമ്മുടെ അലീനയും ബാലചന്ദ്രനും കൂടി അകത്തേക്ക് വരും. അപ്പോൾ നമ്മുടെ സ്റ്റാൻലി നല്ല ചെറു പുഞ്ചിരിയോടുകൂടി അവരുടെ അടുത്തേക്ക് വരും. എന്നിട്ട് ചോദിക്കും എന്താ ഈ പിണക്കമൊക്കെ മാറിയോ എന്ന് ചോദിക്കും. അപ്പോൾ ബാലൻ പറയും അവൾക്ക് അങ്ങനെ പിണക്കമൊന്നും ഉണ്ടാവാറില്ല, കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെട്ടു, അപ്പോൾ അവൾക്ക് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാവുന്ന കൂട്ടത്തിലാണ് എന്ന് പറയും. അപ്പോൾ സ്റ്റാൻലി പറയും അതെ ഞാൻ കുറച്ചുകൂടി എളുപ്പമാകും കാര്യങ്ങളെന്നാണ് വിചാരിച്ചത്, പക്ഷെ അങ്ങനെയല്ല എന്ന് എനിക്ക് മനസ്സിലായി, സാരില്ല ഇണങ്ങി വരാനായിട്ട് ഒരുപാട് സമയമെടുക്കും എന്നൊക്കെ പറയും. അപ്പോൾ സ്റ്റാൻലി പിന്നെയും പറയാണ് എനിക്ക് പെട്ടെന്ന് ഇൻറ്റിമസി വരാറില്ല, ഞാനൊരു മുരടനാന്ന് എൻ്റെ അപ്പച്ചൻ വരെ പറയാറ് എന്ന് പറയും. സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു എന്നിങ്ങനെ പറയും. അപ്പോൾ ബാലൻ പറയും അവൾ കുറച്ച് ഇമോഷണലാണ്, അങ്ങനെയുള്ളൊരു പ്രകൃതമാണ്, അവൾക്ക് സ്നേഹം കിട്ടാതിരുന്നാലും ദേഷ്യപ്പെട്ടാലും ഒക്കെ പെട്ടെന്ന് ഫീൽ ചെയ്യും എന്ന് പറയും. അപ്പോൾ സ്റ്റാൻലി പറയും സ്നേഹം പണ്ട് ഒരുപാട് കൊടുത്തിട്ടുണ്ട്, അതേപോലെ എനിക്ക് കിട്ടിയിട്ടുണ്ട്, പക്ഷേ എവിടെ വെച്ചോ അതൊക്കെ പോയി, ഇനി ഞാൻ പഠിക്കാം, അതൊക്കെ വീണ്ടും കൊണ്ടുവരാൻ വേണ്ടി ഞാൻ പഠിക്കണമല്ലോ എന്നൊക്കെ ഇങ്ങനെ സ്റ്റാൻലി പറയും. അപ്പോൾ ഇവർ അലീന ബാലചന്ദ്രനോട് മുഖം നോക്കാം കേട്ടോ. അപ്പോൾ സ്റ്റാൻലി പറയും നമുക്ക് അന്ന് എന്തെങ്കിലും കഴിച്ച് കുറച്ച് നേരം സംസാരിച്ചിട്ട് ഇരിക്കാമെന്ന് പറയുമ്പോൾ ബാലൻ പറയും അതൊന്നും വേണ്ട, ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് വന്നതെന്ന് പറയും. പറയും അത് പറഞ്ഞാൽ പറ്റില്ല, ഒരു കോഫി എങ്കിലും നിങ്ങൾ കുടിക്കാതെ ഇവിടെ നിന്ന് വിടാൻ പറ്റില്ല, എൻ്റെ അലീനയുടെ അച്ഛനാ, അപ്പോൾ അങ്ങനെ വിടാൻ പറ്റില്ല എന്ന് പറയും. അപ്പോൾ ബാലൻ പറയും വേണ്ടായിരുന്നു എന്ന് പറയും. അപ്പോഴും കാര്യം നമ്മൾ തമ്മിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായെങ്കിലും ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് കോഫി കുടിച്ചതാ, അപ്പോൾ അതുകൊണ്ടാണ് വെറുതെ പോകാൻ പറ്റില്ല എന്ന് പറയും. അപ്പോൾ അലീന വേദന അച്ഛാ എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം എന്ന് പറയും. അപ്പോൾ ബാലൻ എന്ന് പറയും എൻ്റെ പെട്ടികൾ എന്ന് പറയും. അപ്പോൾ പറയും അതൊന്നും എടുക്കാൻ നിൽക്കണ്ട, അതൊക്കെ ഞാൻ ജോലിക്കാരെ പറഞ്ഞ് വിട്ടെടുപ്പിച്ചോളാം, മിസ്റ്റർ മേനോൻ വാ എന്ന് പറഞ്ഞ് സ്റ്റാൻലി നല്ല മര്യാദയോട് കൂടി ഇവർ രണ്ടുപേരെയും കൊണ്ടുപോവാം. അപ്പോൾ അലീന നമ്മുടെ ബാലചന്ദ്രൻ്റെ കയ്യിൽ ഇങ്ങനെ മുറുകി പിടിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇവർ 3 പേരും കൂടി അങ്ങനെ പോയി. അങ്ങനെ ചെന്ന് കഴിയുമ്പോൾ ഒരു ഡൈനിങ് ടേബിളിൽ നിറച്ച് പലഹാരങ്ങളും സാധനങ്ങളൊക്കെ ഒരുക്കി വെച്ചേക്കുക. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ പൗലോസേട്ടൻ വന്നിട്ട് പൗലോസേട്ടൻ എല്ലാവർക്കും ഇങ്ങനെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റാൻലി പറയും ഇവർക്ക് ചായ ആട്ടോ വേണ്ടത് എന്ന് പറയും. അപ്പോൾ വേഗം തന്നെ എല്ലാവരുടെ ഗ്ലാസ്സിലും ഇങ്ങനെ ചായയൊക്കെ ആയിട്ട് കൊടുത്ത് ഇവർ കുടിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കുടിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പറയും ഇത് പൗലോസ്, ഇവിടുത്തെ കിച്ചൺ, നമ്മുടെയൊക്കെ ജീവൻ ഇയാളുടെ കയ്യില്ല എന്ന് പറയും. അപ്പോൾ എന്നിട്ട് പറയും താൻ പോയിട്ട് നമ്മുടെ ആൻ്റപ്പനെയും അതേപോലെ തന്നെ ലൂക്കേനെയൊക്കെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടാ എന്ന് പറയും. അപ്പോൾ പൗലോസ് അങ്ങോട്ട് പോയിട്ടോ. അപ്പോൾ ഇവരൊക്കെ വന്നു. പറയും ഇത് ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് ചോദിക്കും. അപ്പോൾ ഇവരിങ്ങനെ സംശയിച്ചു നോക്കും. അപ്പോൾ ഇത് എൻ്റെ മകളാണ് അലീന എന്ന് പറയും. അപ്പോൾ ഇവരിങ്ങനെ അത്ഭുതപ്പെടും കേട്ടോ. അപ്പോൾ പറയും ഇനി കൂടുതൽ നിങ്ങൾ ആലോചിച്ച് വിഷമിച്ച് പുതിയ കഥകളൊന്നും ഉണ്ടാക്കണ്ട, എനിക്ക് ആഗ്രയിൽ വെച്ച് എൻ്റെ വിവാഹത്തിന് മുമ്പുണ്ടായ മകളാണ് എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് അലീന ഇനി ഇവിടെ ഉണ്ടാവും, അപ്പോൾ അവളുടെയും കൂടി ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് വേണം കാര്യങ്ങളൊക്കെ നോക്കാൻ എന്നൊക്കെ പറയുമ്പോൾ അലീനയും ബാലചന്ദ്രനും ഇങ്ങനെ മുഖത്തോട് മുഖത്ത് നോക്കുക. അല്ല നിങ്ങൾ ഒന്നും കഴിച്ചില്ലല്ലോ, ചായ മാത്രമല്ല ഇതൊക്കെ എടുത്ത് കഴിക്കുക എന്നൊക്കെ പറയും. അപ്പോൾ ഇവരിങ്ങനെ നോക്കട്ടോ. പറയും എന്താ ചായ ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ കുഴപ്പമില്ല എന്ന് മട്ടിൽ ഇവരിങ്ങനെ ചിരിക്കും കേട്ടോ. അപ്പോൾ പറയാം ചായ പല സ്ഥലത്തും ഓരോ വീടുകളിലും ഓരോ ടൈപ്പായിരിക്കും. പിന്നെ പതിയെ അതൊക്കെ ശരിയായിക്കോളും, ഓരോ ടേസ്റ്റുകളൊക്കെ ഇഷ്ടപ്പെടുമ്പോൾ എല്ലാം ശരിയായിക്കോളും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സ്റ്റാൻലി പറയാം കേട്ടോ.
ഈ ജോലിക്കാരൊക്കെ അങ്ങോട്ട് പോയി. അപ്പോൾ ബാലൻ ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുക കേട്ടോ. ഇങ്ങനെ ഇത്ര ഒക്കെ തുറന്നങ്ങോട്ട് പറഞ്ഞേക്കുക സ്റ്റാൻലി. അപ്പോൾ പറയാം, അല്ലെങ്കിലേ ഇവരിനി ഇവിടെ അടുക്കളയിലും പരിസരത്തും പോയി നിന്ന് പല കഥകളും പറഞ്ഞുണ്ടാക്കും. അപ്പോൾ ഞാൻ 23 വർഷങ്ങൾക്ക് മുമ്പ് വിവാഹത്തിന് മുമ്പ് എനിക്കൊരു കുഞ്ഞുണ്ടായിരുന്നെന്നും ആ സ്ത്രീയിലുണ്ടായ കുട്ടിയാണ് ഇവളെന്നും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ എന്നൊക്കെ പറയും. ബാക്കിയൊക്കെ വരണ പോലെ കാണാം എന്ന് സ്റ്റാൻലി ഇങ്ങനെ പറയാം. അപ്പോൾ അലീന ഇങ്ങനെ ബാലനെ നോക്കൂട്ടോ. ഈ വൈജയന്തിനെ പറ്റിയാണല്ലോ പറയണേ. അപ്പോൾ ബാലൻ പറയും, അതെ ചോദിക്കുന്നതിൻ്റെ ഒന്നും തോന്നരുത്, ഇവൾക്കൊരു സംശയമുണ്ട്. സ്റ്റാൻലി പറഞ്ഞല്ലോ സ്റ്റാൻലിക്ക് ഭാര്യയും മക്കളൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ അവരൊക്കെ എവിടെയാണ്, അവിടെ കണ്ടില്ല എന്ന് ചോദിക്കും. അപ്പോൾ സ്റ്റാൻലി പറയും, അതോ ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ തോട്ടം നോക്കാൻ വേണ്ടി വാങ്ങിച്ച വീട് എവിടെ, ഫാമിലിയൊക്കെ അങ്ങ് അഞ്ചല്ല എന്ന് പറയും. അപ്പോൾ അങ്ങനെ പറയും. അപ്പോൾ വരട്ടെ, അവരെയൊക്കെ ഇനി പരിചയപ്പെടേണ്ടി വരും എന്നൊക്കെ പറയും. അപ്പോൾ പറയും, ഇവിടെ ഓരോന്നിനും ഓരോ ജോലിക്കാരുണ്ട് എന്ന് പറയും. അപ്പോൾ ബാലൻ പറയും, കേട്ടല്ലോ, ഇവിടെ നിനക്ക് കഴിച്ചാൽ മാത്രം മതി, എല്ലാത്തിനും ജോലിക്കാരുണ്ടെന്ന് പറയും. അപ്പോൾ സ്റ്റാൻലി പറയും, അതെ, ഇവിടെ ഓരോ കാര്യത്തിനും ഓരോ ജോലിക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജോലി ചെയ്യാനൊന്നും നിൽക്കണ്ട, പിന്നെ ബോറടിക്കുന്നുണ്ടെങ്കിൽ TV കാണാം, പാട്ട് കേൾക്കാം, ഒരുപാട് പുസ്തകങ്ങളുണ്ട്, അതൊക്കെ വായിച്ചിരിക്കാം എന്നൊക്കെ പറയും. പിന്നെ എൻ്റെ നായ്ക്കളുണ്ട്, അവരായിട്ട് കൂട്ടുകൂടാം, അവരാകുമ്പോൾ യാതൊരു കളങ്കമില്ലാത്തവരാ, അവരാരെയും പറ്റിക്കുകയില്ല, ചതിക്കുകയില്ല എന്നൊക്കെ ഇങ്ങനെ സ്റ്റാൻലി ഇങ്ങനെ പറയും. അപ്പോൾ ഇതൊക്കെ കേട്ട് ബാലനും അലീനയും ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.